ഇന്ന് ജൂലൈ 29. ഒട്ടനവധി പ്രത്യേകതകളും സവിശേഷതകളും നിറഞ്ഞ ഒരു ദിവസമാണ്. അന്താരാഷ്ട്ര കടുവാ ദിനം. കടുവാ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിനുമാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. 4000-ൽ താഴെ കാട്ടുകടവകൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. ഈ മഹത്തായ ജീവികളെ സംരക്ഷിക്കുന്നതിന് സംരക്ഷണ പ്രവർത്തനങ്ങൾ നിർണായകമാണ്. ദേശീയ ലസാഗ്ന ദിനം. US ക്ലാസിക് ഇറ്റാലിയൻ വിഭവമായ ലസാഗ്നയിൽ മുഴുകാൻ ഒരു ദിവസം. പല ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റുകളും സ്പെഷ്യലുകൾ വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ വീട്ടിലെ പാചകക്കാർ അവരുടെ പ്രിയപ്പെട്ട പാചകക്കുറിപ്പുകൾ പങ്കിടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ദിവസമാണ്. ദേശീയ ചിക്കൻ വിംഗ് ദിനം. പലപ്പോഴും വിവിധ സോസുകളും ടിപ്പുകളും ചേർത്ത് ക്രിസ്പിയും ജ്യൂസിയുമായ ചിക്കൻ വിക്സിൻ്റെ ഒരു വായിൽ വെള്ളമൂറുന്ന ഒരു ദിനം. ദേശീയ ലിപ്സ്റ്റിക് ദിനം. സൗന്ദര്യപ്രേമികൾക്ക് അവരുടെ പ്രിയപ്പെട്ട ലിപ്സ്റ്റിക് ഷെയ്ഡുകളും ബ്രാൻഡുകളും പര്യവേഷണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു ദിനം. മഴ ദിനം. വർണ്ണാഭമായ കുടകളും രസകരമായ പ്രവർത്തനങ്ങളും ഉപയോഗിച്ച് ഇരുണ്ട കാലാവസ്ഥയെ സ്വീകരിക്കുന്ന ഒരു വിചിത്രമായ അവധിക്കാല ദിനമാണ് ഇന്ന്. ഭരണഘടനാ ദിനം. മോൾഡോവ രാജ്യത്തിൻ്റെ ഭരണഘടനയും അതിൻ്റെ പ്രാധാന്യത്തെയും അനുസ്മരിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ്. ഫെർണാണ്ടോ അലോൺസ ഒരു സ്പാനിഷ് ഫോർമുല 1 ഡ്രൈവറും 2 തവണ ലോക ചാമ്പ്യനുമാണ്. മാർട്ടിന മക്ബ്രൈഡ്സ് ഒരു അമേരിക്കൻ കൺട്രി സംഗീത ഗായിക, ഗാന രചയിതാവ് കൂടിയാണ്. ഫിൽ വിറ്റൻ ഒരു അമേരിക്കൻ നടൻ, എഴുത്തുകാരി, സ്റ്റാർ ട്രെക്ക് ദി നെക്സ്റ്റ് ജനറേഷൻ താരമാണ്. 1958 നാസയുടെ സ്ഥാപനം. നാസയുടെ ബഹിരാകാശ പര്യവേഷണ പരിപാടികൾക്ക് വഴിയൊരുക്കി US കോൺഗ്രസ് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് ആക്ട് പാസാക്കിയ ദിനം. 1981 രാജകീയ വിവാഹം നടന്ന ദിനം. ലണ്ടനിലെ സെന്റ് പോൾസ് കത്തീഡ്രലിൽ നടന്ന ഒരു മഹത്തായ ചടങ്ങിൽ ചാൾസ് രാജകുമാരൻ ലേഡി ഡയാന സ്പൈസറെ വിവാഹം കഴിച്ചു. 1948 ലണ്ടൻ സമ്മർ ഒളിമ്പിക്സ്. ആഗോള ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായി യുദ്ധാനന്തരമുള്ള ആദ്യത്തെ വേനൽക്കാല ഒളിമ്പിക്സ് ലണ്ടനിൽ ആരംഭിച്ച ദിനം കൂടിയാണ് ഇന്ന്. ഇത്തരത്തിൽ ഒട്ടനവധി സവിശേഷതകളും പ്രത്യേകതകളും നിറഞ്ഞ ഒരു ദിവസമാണ് ജൂലൈ 29 എന്ന് പറയുന്നത്.